ഇപ്പോൾ ടുമോറോ ഞാൻ ഡിസൈഡ് ചെയ്യണം ഐ വോണ്ട് ടു ഡൊണേറ്റ്, എവിടെയാണ്, ഹൗ ഡു വി രജിസ്റ്റർ? ബിക്കോസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഡ്യൂറിങ് മൈ കോളേജ് ടൈം വി ഹാഡ് സം പേഴ്സൺ വിത്ത് എ കൗണ്ടർ, നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യണോ, ജസ്റ്റ് ഫിൽ എ ഫോം. നൗ ഇറ്റ് ഹസ് ആക്ച്വലി ചേഞ്ച്. അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ കേസോട്ടോയുടെ വെബ്സൈറ്റ്, കേരള സ്റ്റേറ്റ് ഓർഗൻ ഡൊണേഷൻ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.kesoto.org.in. അതിൽ കയറിയാൽ യു ക്യാൻ സീ ദ ഡോണർ പ്ലെഡ്ജ് ഫോം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ ഇനേബിൾഡ് ആണ് ഇപ്പോഴത്തെ ഡോണർ പ്ലെഡ്ജസ്. So once you and OTP driven also, once you registered your organ donor, you can what do you call it, തിരിച്ചെടുക്കാം നിങ്ങളുടെ പ്ലെഡ്ജ്. ഇപ്പൊ യു ഫൈൻഡ് ദാറ്റ് ഇതെല്ലാം കംപ്ലീറ്റ് തട്ടിപ്പാണ്, എനിക്ക് വേണ്ട, ഈ തട്ടിപ്പിൽ ഞാൻ പങ്കാളിയാണല്ലോ, സോ ഐ എം വിത്ഡ്രോയിങ് മൈ പ്ലെഡ്ജ്. ദാറ്റ് ഇസ് ഓൾസോ ക്യാൻ പോസിബിൾ. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്ലെഡ്ജിന് ആക്ച്വലി കുറച്ചൊരു ഓതന്റിസിറ്റി ഉണ്ട്. ആൻഡ് 2 വിറ്റ്നസിന് നിങ്ങൾ ടിക്ക് ബോക്സ് ചെയ്യണം. ആരാണ് എന്റെ വിറ്റ്നസ്? ഹൂ ഷുഡ് ബി ദ ഡോക്ടർ ടോക്കിംഗ് ടു വെൻ ഐ ആം ബ്രെയിൻ ഡെഡ്? കാരണം നമ്മൾ ബ്രെയിൻ ഡെഡ് നമ്മൾക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ആരുടെ സംസാരിക്കും, അവരുടെ കോൺടാക്ട് നമ്പർ എല്ലാം വെച്ചിട്ടാണ് ഈ ഫോം. കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ്, അത് പ്രിന്റ് എടുത്ത് നമുക്ക് സൂക്ഷിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞ, എല്ലാം പ്ലെഡ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ആ പ്ലെഡ്ജ് ഫാമിലി ഡിസ്കസ് ചെയ്യണം. ദെൻ ഓൺലി യു ഷുഡ് ഗോ ഫോർ പ്ലെഡ്ജിങ്. ചുമ്മാ റോഡിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഫോം ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഡിസ്കസ് ദ ഫാമിലി, then decide wisely. Family accept this donation, your religion is accepting the donation. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്ലെഡ്ജ് ചെയ്യാൻ. പ്ലെഡ്ജ് ചെയ്താൽ അപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരാൾ ബ്രെയിൻ ഡെഡായി കിടക്കുകയാണ്, നേരത്തെ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫാമിലി അടുത്ത് സംസാരിക്കാൻ കുറച്ചുകൂടി എളുപ്പമായി. എനിക്ക് അയാളുടെ ഫോൺ നമ്പർ വെച്ച് ബന്ധുക്കളുടെ തിരിക്കാം, ഇയാൾ പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് തന്നെ സെർച്ച് ചെയ്യാം. സെർച്ച് വിൻഡോ ഇസ് ദയർ. You can search with Aadhaar number whether pledged or not. Pledge ആണെങ്കിൽ you get that he is already pledged. അപ്പോൾ നമുക്ക് പറയാം, നിങ്ങൾ ഓൾറെഡി പ്ലെഡ്ജ് ആണ്, നിങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ അവയവം കൊടുക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ആരും ആ സമയത്ത് ഒരു ജീവിച്ചിരിക്കുമ്പോഴുള്ള വിഷ് വേണ്ട എന്ന് പറയാനുള്ള സാധ്യത കുറവാണ്. ദാറ്റ് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് ഡൂയിങ് എ ഡോണർ പ്ലെഡ്ജ് ബിഫോർ യു ഡൈ. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയിൽ നല്ല ഡിസ്കസ് ചെയ്തിട്ട്, ഇതൊരു ചുമ്മാ സൈൻ ഇട്ട് കൊടുക്കുന്ന ഒരു ഫോമായിട്ട് എടുക്കാൻ പാടില്ല. ദിസ് ഇസ് യുവർ എന്താ പറയാ വിൽ. അത്രയും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഞാൻ മരിക്കുമ്പോൾ എന്റെ അവയവം, നമ്മൾക്ക് ഇപ്പൊ തന്നെ നമുക്കറിയാലോ ഒരു കോൺട്രവേഴ്സി വന്നത്, നമ്മുടെ സഖാവ് ലോറൻസിന്റെ ഹോൾ ബോഡി ഡൊണേഷൻ. അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അപ്പോൾ ദിസ് ടു ബി വെരി ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഫാമിലി മെമ്പേഴ്സ്. ഞാൻ ഡൊണേറ്റ് ചെയ്യാണ് എന്റെ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഡൊണേറ്റ് യുവർ ഹാർട്ട്, ദർ ഇസ് എ ടിക്ക് ബോക്സ്, യു ഡോണ്ട് വാണ്ട് ടു ഡൊണേറ്റ് ഹാർട്ട്. അപ്പോൾ ഹാർട്ട് എടുക്കത്തില്ല. അത്രയും വളരെ ഡീറ്റെയിൽഡ് ഡോണർ പ്ലെഡ്ജ് ഫോം ആണ്. ആൻഡ് ഇറ്റ് ഈസ് ആധാർ ലിങ്ക്ഡ് ഓൾസോ. അപ്പോൾ ആർക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. സോ നമ്മൾ വി ഷുഡ് ആക്ച്വലി എൻകറേജ് പീപ്പിൾ ടു ഗോ ടു ദിസ് വെബ്സൈറ്റ് ആൻഡ് pledge your organs, so that, and pledge your organs only after taking all consideration, your religious consideration, your belief. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ മരിച്ചാൽ എന്നെ മ്യൂട്ടിലേറ്റ് ചെയ്യണ്ട, ഇപ്പൊ എന്റെ ഒരു വലിയ ഇൻസിഷൻ ഇട്ട് ഓർഗൻ എടുക്കണ്ട, അതൊന്നും വേണ്ട, then you don't. അപ്പൊ അങ്ങനെ അത്ര ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഓർഗൻ ഡൊണേഷൻ പ്ലെഡ്ജ് ചെയ്യാൻ.